ഹായ്, വെൽക്കം ബാക്ക്. ഒരു കൂട്ടം യുവാക്കളുടെ സ്വപ്നം തല്ലിക്കെടുത്തിട്ട് ഇന്നേക്ക് ഒരു ദിവസമാകുന്നു, ഒരു വർഷമല്ല ഒരു ദിവസമാകുന്നു. നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചു. ഏപ്രിൽ 12-ാം തീയതി വരെ ഉള്ളായിരുന്നു ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഇനി ആ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി മെഡിക്കലും ഫിസിക്കലും ഒക്കെ പാസ്സായി അവർ ഇനി എന്ത് ചെയ്യും? അവർ ഇനി വീണ്ടും PSC പരീക്ഷയുടെ വേറെ ഏതെങ്കിലും പരീക്ഷ എഴുതും. അല്ലാതെ അവർക്കിനി ഈ ഒരു CPO റാങ്ക് ലിസ്റ്റിൽ അവർക്കിനി ഉൾപ്പെടാനും സാധിക്കത്തില്ല. ആ റാങ്ക് ലിസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മരവിക്കുകയാണ് ചെയ്തത്. കാരണം 13,000 പേരോളം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ഏകദേശം 3,000-ത്തിലധികം ആൾക്കാർക്ക് മാത്രമേ നിയമനം കൊടുത്തുള്ളൂ. എന്തുകൊണ്ട്? ആർക്ക് വേണ്ടി? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് ഇതിനകത്ത്. ആൾറെഡി തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരുടെ കുറവാണ് പോലീസിൽ അനുഭവപ്പെടുന്നത്. അതായത് കേരള പോലീസിൽ പോലീസ് ഓഫീസർമാരുടെ വൻ കുറവുണ്ട്. ആ കുറവിലേക്കാണ് ഇത്രയും ആൾക്കാരെ തിരഞ്ഞെടുത്തത്. 13,000-ത്തോളം ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അതിലൊരു 70% പോലും നിയമനം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ആരുടെ മിസ്റ്റേക്കാണ്? ഇത് റാങ്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതോ പരീക്ഷ നടത്തുന്നതിൽ PSCയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ? അതോ നിയമനം കൊടുക്കുന്നതിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാൻ ആരും വരത്തില്ല. ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമം അതിനെപ്പറ്റി പറയത്തില്ല. എന്തിനാണ്? അവർക്കിപ്പോൾ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഇലക്ഷനുണ്ട്, ഇലക്ഷൻ പ്രചാരണമുണ്ട്, അതിനിടയിൽ വരുന്ന ഓരോരോ വാർത്തകളുണ്ട്, ഓരോരോ തള്ളുകളുണ്ട്, മോഡിയുടെ ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? അതുകൊണ്ട് നിങ്ങളെയൊന്നും ആർക്കും വേണ്ട.